എല്ലാവർക്കും നമസ്കാരം. സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഇന്ന് ടീച്ചർ ഒരു സ്പെഷ്യൽ കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 26 ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ. എന്താണ്? ലോക ലഹരി വിരുദ്ധ ദിനമാണ് അല്ലേ? ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരിയുടെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ദിവസത്തിനും പ്രാധാന്യം ഏറുകയാണ്. അപ്പോൾ മക്കളോട് ലഹരിയെ പറ്റി കൂടുതലൊന്നും പറയാനല്ല ടീച്ചർ വന്നത്. അപ്പോൾ സ്കൂളുകളിൽ എന്തുണ്ടാവും? പ്രസംഗം ഉണ്ടാവും അല്ലേ? പ്രസംഗ മത്സരം. ലഹരിയെക്കുറിച്ചുള്ള പ്രസംഗം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. എന്താണ് എങ്ങനെയാണ് ലഹരി വിരുദ്ധ പ്രസംഗം നടത്തേണ്ടത്? ചെറിയൊരു രീതിയിൽ എനിക്കത് അറിഞ്ഞാൽ നന്നായിരുന്നു എന്നൊക്കെ മക്കൾ വിചാരിക്കുന്നുണ്ടാവും. അതിനൊരു കൃത്യമായിട്ടൊരു സൊല്യൂഷനായിട്ടാണ് ടീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രസംഗം എന്താണ്? പ്രസംഗം ഒരു കലയാണ് എന്ന് മക്കൾക്ക് അറിയാമല്ലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രസംഗമാവോ? ഇല്ല അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്ന് ഒരു ചെറിയ പ്രസംഗം നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് വേണം? എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞു തുടങ്ങണം അല്ലേ? ടീച്ചർ പറയാം. ഏവർക്കും നമസ്കാരം. ലഹരി ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്ത്. അതിന്റെ സ്വാധീനത്താൽ ശിഥിലമാകുന്ന ബന്ധങ്ങളും ഇല്ലാതാകുന്ന ജീവനുകളും തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി തകർക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയെപ്പറ്റി ഏതാനും വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും കുട്ടികളിലെ ലഹരി ഉപയോഗത്തെപ്പറ്റി. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ രാജ്യത്തിന്റെ ഭാവി തന്നെ തകർക്കും വിധം കുട്ടികളിൽ പലരും ഇന്ന് ലഹരിക്ക് അടിമകളാണെന്ന സത്യം ഏറെ സങ്കടത്തോടെയാണെങ്കിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ 13% കുട്ടികൾ 20 വയസ്സിന് മുൻപേ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാവാം ഇതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളിലെ ചീത്ത കൂട്ടുകെട്ടും ആത്മധൈര്യക്കുറവുമാണ് പലപ്പോഴും അവരെ ലഹരിക്ക് അടിമയാക്കുന്നത്. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും കുട്ടികളെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ കുട്ടിയുടെയും പഠനത്തെയും മറ്റു കഴിവുകളെയും ഇല്ലാതാക്കാൻ ഇത് കാരണമാകുന്നു. നമുക്ക് ചുറ്റിലുമുള്ളവർ, അവർ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവരെ ചേർത്തു പിടിച്ച് നേർവഴിക്ക് നടത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ ചികിത്സയും ഒപ്പം സ്നേഹമെന്ന മറുമരുന്നും പ്രയോഗിച്ച് ലഹരിക്കടിമപ്പെട്ടവരെ ഓരോരുത്തരെയും നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച മഹാന്മാരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പലപ്പോഴും ഇത്തരം പ്രവൃത്തികളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ ലഹരിക്കടിമപ്പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മക്കളെ, ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ടീച്ചർ ഇത് പറഞ്ഞത് മക്കൾക്ക് മക്കളുടേതായ രീതിയിലേക്ക് മാറ്റാം, ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ തന്നതാണ്. ഇത് കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന മക്കൾക്ക് ചെറുതായിട്ടൊരു വിശദീകരണം കൂടെ ഞാൻ തരാം. എന്താണ് പറയുന്നത്? ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് എന്ത്? നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. അതിൻ്റെ സ്വാധീനത്താൽ അത് ഉപയോഗിക്കുന്നത് മൂലം എന്താണ് ഇല്ലാതാവുന്നത്? ശിഥിലമാകുന്ന, നഷ്ടപ്പെടുന്ന, നശിക്കുന്നത് എന്താണ്? ബന്ധങ്ങളാണ് അല്ലേ? ശിഥിലമാകുന്ന ബന്ധങ്ങൾ അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഒരു കുടുംബത്തിന്റെ തന്നെ തകർച്ചയൊക്കെ ലഹരി കൊണ്ടുണ്ടാവുന്നുണ്ട് അല്ലേ? ഈ ഒരു അവസരത്തില് ജീവനുകൾ, ഇല്ലാതാവുന്ന ജീവനുകൾ, ലഹരി കാരണം നമ്മൾ ഈ അടുത്ത് നമ്മൾ പത്രത്തിലും അല്ലേ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതായിരുന്നു. ലഹരി കാരണം ഇല്ലാതായ ജീവനുകൾ. ചിലപ്പോൾ അച്ഛൻ കുഞ്ഞിനെ കൊല്ലുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗം കാരണം. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളിൽ, നിങ്ങൾ കുട്ടികളായതുകൊണ്ട് കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ ഒരു കോട്ട്: ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ ആ രാജ്യത്തിന്റെ ഭാവി തന്നെ തകർക്കും വിധം ഇന്ന് കുട്ടികളിലെ ലഹരിയുടെ ഉപയോഗം കൂടുതലാണ് എന്നാണ് പറയുന്നത് അല്ലേ? ഇന്ത്യയിൽ തന്നെ 13% കുട്ടികൾ 20 വയസ്സിന് മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്? ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിന് കാരണം എന്താണ് എന്നാണ് അടുത്ത പാരഗ്രാഫിൽ, അടുത്ത ഇതിൽ നമ്മൾ നോക്കുന്നത്. കുട്ടികളിലെ ചീത്ത കൂട്ടുകെട്ട്, ആത്മധൈര്യക്കുറവ്, അതായത് പലരും മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ?
നമ്മൾക്ക് ഒരു ശരി ഉണ്ടാവണം, അല്ലെ നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം, അല്ലേ? മറ്റുള്ളവർ എന്ത് തന്നെ പറഞ്ഞാലും, അല്ലെങ്കിൽ ഈ ഒരു ലഹരിയിലേക്ക് നിങ്ങൾക്കൊരു മിഠായി തരാം എന്ന് പറയുമ്പോൾ അത് ലഹരിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന അരക്ഷിതാവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ രക്ഷിതാക്കളോടും കൂടിയാണ് പറയുന്നത്. മക്കളെ കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ അവർ ഒരു ലഹരിയിലേക്കും അടിമപ്പെടില്ല. അപ്പോൾ കുട്ടികൾ അച്ഛൻ, അമ്മ, മക്കൾ എന്ന് പറയുന്ന ആ ഒരു ലോകത്ത് നിങ്ങൾ ഒരു സ്വർഗം കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ലഹരി എന്ന് കണ്ടെത്തേണ്ടതാണ് എന്നാണ് ഈ അവസരത്തിൽ ടീച്ചർക്ക് പറയാനുള്ളത് മക്കളെ. അപ്പോൾ നമുക്ക് ചുറ്റിലുള്ളവരിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റ വൈകല്യം, ഈ കുട്ടി അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. സ്നേഹം കൊണ്ട് നിങ്ങൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ആവശ്യമെങ്കിൽ അധ്യാപകരെയോ രക്ഷിതാക്കളെയോ നിങ്ങൾ അറിയിക്കാനും ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ പ്രസംഗത്തിലൂടെ പറയുന്നത്. അവസാനം പറയുന്നത്, ലോകത്തെ മാറ്റിമറിച്ച ഒരുപാട് മഹാന്മാരുണ്ടല്ലേ, ഗാന്ധിജിയെ പോലെ, വിവേകാനന്ദനെ പോലെ മറ്റ് ഒരുപാട് മഹാന്മാരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും. അതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു ലഹരി എന്നുള്ള അതിലേക്കോ മറ്റ് ദുശ്ശീലങ്ങളിലേക്കോ ഒന്നും നമ്മൾ വഴിമാറി പോകില്ല എന്നാണ് ടീച്ചർ അവിടെ ഉദ്ദേശിച്ചത്. അറിവില്ലാത്തതാണ് എന്നതിന് പകരം അവബോധമില്ലാത്ത എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് ടീച്ചർ അറിവില്ലാത്തത് എന്ന് അവിടെ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് ഇത് മാത്രമാണ് പറയാനുള്ളത്. ഈ ഒരു അവസരത്തിൽ ഞാൻ ലഹരിക്ക് അടിമപ്പെടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ പ്രസംഗ മത്സരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു ചെറിയ വഴിയാണ് ടീച്ചർ തുറന്നിട്ടത്. അപ്പോൾ എല്ലാവരും ഇത് നോക്കുക, എന്നിട്ട് ഇതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രസംഗ മത്സരത്തിൽ നിങ്ങൾ സ്റ്റാർ ആവാൻ നോക്കുക കേട്ടോ. അപ്പോൾ മറക്കില്ലേ, സൈലത്തിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്കൊപ്പം ശ്രുതി ടീച്ചർ ആയിരുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.